എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോദ്രേജ് ഇൻവെർട്ടർ AC പി സി ബിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് EC51 എററുമായിട്ടാണ് ഈ ഒരു പി സി ബി നമുക്കിവിടെ റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. ഇത് EC51 എന്നുള്ള എറർ ഈ ഔട്ട്ഡോർ യൂണിറ്റ് EEPROM ചിപ്പിൻ്റെ എററാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ആ എറർ വരുന്നത് നോക്കാം. ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24ലാണ് കിടക്കുന്നത്. ഔട്ട്ഡോർ ഓൺ ആയിട്ടില്ല. ഔട്ട്ഡോർ ഓണായപ്പോൾ തന്നെ ആ LED നല്ല രീതിയിൽ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇൻഡോർ ഡിസ്പ്ലേയിൽ EC51 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഈ EC51 എറർ എന്ന് പറയുന്നത് EEPROM ചിപ്പിൻ്റെ എററാണ്. അപ്പോൾ EEPROM ചിപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ നമ്മൾ ആദ്യം നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ എടുക്കുക. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സപ്ലൈ, ഇതിൻ്റെ 8ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. 8ാമത്തെ പിന്നിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ലേ? ഓക്കെ, 3.5 വോൾട്ട് ഇവിടെ വരുന്നുള്ളൂ. അതായത് 5 വോൾട്ട് ഇവിടെ ഡ്രോപ്പിംഗ് ആണ്. VCC സപ്ലൈ ഡ്രോപ്പിംഗ് ആണ്. ഇതിൻ്റെ 5ാമത്തെ പിന്നിൽ നമുക്കിവിടെ വോൾട്ടേജ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. 6ാമത്തെ പിന്ന് അവിടെ 4.9 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ 4.9 വോൾട്ട് തന്നെ 5ാമത്തെ പിന്നിലും കാണിക്കണം. പക്ഷേ അവിടെ ആ ഒരു വോൾട്ടേജ് നമുക്കവിടെ കാണുന്നില്ല. അവിടെ 0 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഈ IC ഇൻറ്റേർണലി ഷോർട്ടിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ ഷോർട്ടിങ് ഉണ്ടാവും. കാര്യം 5 വോൾട്ട് എന്ന 470 ഓംസ് റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മുടെ ICയുടെ 8ാമത്തെ പിന്നിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ICക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതാദ്യം ഓഫ് ചെയ്യാം. ഔട്ട്ഡോർ ഓഫ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഔട്ട്ഡോർ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൾട്ടിമീറ്റർ ഓംസ് മോഡിലിട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു VCCയിൽ വരുന്ന ആ ഒരു ഓംസ് റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നോക്കാം. അവിടെ നമുക്കിവിടെ 4.7 ഓംസ് വരുന്നുണ്ട്. അപ്പോൾ 470 അല്ല, 47 ഓംസാണ് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇവിടുന്ന് 5 വോൾട്ടെന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ ഒരു EEPROM ചിപ്പിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ EEPROM ചിപ്പ് നമുക്കിവിടെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ EEPROM ചിപ്പ് പ്രോഗ്രാം ചെയ്ത് പുതിയൊരു EEPROM ചിപ്പ് നമുക്കിവിടെ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു EEPROM ചിപ്പ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ ഊരാം.
ഇനി നമുക്കിവിടെ ഈ പുതിയ ഈ പ്രിം ചിപ്പ് അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പഴയത് മാറ്റിയിട്ട് പുതിയൊരു ഈ പ്രിം ചിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമുക്ക് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു എറർ ഇനി റിപ്പീറ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. സപ്ലൈ എടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോറിലുള്ള LED പെട്ടെന്ന് തന്നെ കത്തി അത് നോർമലായിട്ട് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓൺ ബോർഡിലുള്ള ഇൻഡോർ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഔട്ട്ഡോറിലുള്ള LED ഓഫ് ആവണം, ഔട്ട്ഡോർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആവണം. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോറിലുള്ള സപ്ലൈ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓണാക്കിയിട്ടുണ്ട്. ഔട്ട്ഡോർ നോർമലാണ്. ഓക്കെ, നമുക്ക് നേരത്തെ നമ്മൾ അവിടെ ഒരു 5 വോൾട്ട് നമുക്ക് അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആ 5 വോൾട്ട് വന്നിട്ടുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, 4.9 വോൾട്ട് 8ാമത്തെ പിന്നിൽ വന്നു. അപ്പോൾ ആ IC കംപ്ലൈൻ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻഡോർ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഞാൻ ഓൺ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്ത് നോർമലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. EC51 എന്നുള്ള എറർ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ പ്രിം ചിപ്പ് മാറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.